എന്താ മേഡം ഇത് അന്യായമായിരിക്കുന്നു. മോളെ അടിച്ചൊന്ന് കംപ്ലൈന്റ് കൊടുത്ത എന്താ വാങ്ങാത്തെ? കേസ് ജെനുവിനാണെന്ന് അറിഞ്ഞാൽ മാത്രമേ കംപ്ലൈന്റ് വാങ്ങണോ ഫയൽ ചെയ്യണോന്ന് തീരുമാനിക്കൂ. ഇതിൽ എന്താ ജെന്യൂനിറ്റി ഇല്ലാത്തത്? പബ്ലിക് ആയിട്ടാ അടിച്ചത്, അതറിയാ നിങ്ങൾക്ക്? ഇപ്പഴേ എനിക്ക് മനസ്സിലായോ. ഇതാ നിങ്ങളും കണ്ടോളൂ, നോക്കിക്കോളൂ. അവനും എന്നെ അടിച്ചതല്ലേ? പക്ഷെ ആദ്യം നീ അടിച്ചെന്ന് എന്താ പറയാഞ്ഞത്? ഇനി നിങ്ങൾ പറ, ഞാൻ ആരുടെ പേരിലെ കേസെടുക്കേണ്ടത്? വേണ്ട മാം, ഐ ഡോണ്ട് വാണ്ട് ടു ഫയൽ എനി കംപ്ലൈന്റ്. അവരടിച്ചില്ലെങ്കിലും ഞാൻ അടിക്കരുതായിരുന്നു. സോറി. ഗുഡ്. ഒരു പെണ്ണ് കംപ്ലൈന്റ് ചെയ്താ അത് കണ്ണടച്ച് വിശ്വസിക്കുന്നു ഒരിക്കലും വിചാരിക്കരുത്. പെണ്ണായാലും ആണായാലും തെറ്റ് തന്നെയാ. സോറി മാം. ഗുഡ്. താങ്ക്സ് മാഡം. വെയിറ്റ് ഒന്ന് നിൽക്ക്. ഹലോ, മേലെ ടെറസിലോട്ട് വാ. ഇത്ര ദൂരം വന്ന് എന്നെ മേളിലോട്ട് വരുത്തിക്കരുത്. നോ നോ നോ, പ്ലീസ് പ്ലീസ് പ്ലീസ്, ഐ ആം റിയലി സോറി. നാളത്തെ ദിവസം നിനക്ക് ഓർമ്മയുണ്ടെന്ന് ചോദിക്കാനായിട്ടാ വന്നേ. നീ ഫോൺ എടുക്കാത്തത് കൊണ്ട് നേരിട്ട് ഞാൻ തന്നെ നിന്നോട് ചോദിക്കാനായിട്ടാ വന്നേ. ഐ ആം റിയലി സോറി. ഇതെന്റെ എക്സാം ടൈം ആണ്. കുഴപ്പമില്ല, അതിന് നമുക്ക് എന്തെങ്കിലും ചെയ്യാം. ഞാൻ കോള് കട്ട് ചെയ്യുന്നത് വരെ നീ സംസാരിച്ചു കൊണ്ടേയിരിക്കണം. എന്താ മനസ്സിലായോ? That's good. നമ്മുടെ കല്യാണത്തിന് മുമ്പ് നിങ്ങൾ ഇതേപോലെയല്ലേ ഈ സംസാരിച്ചോണ്ടിരിക്കുന്നത്? ഡ്രസ്സിലും മൂൺലൈറ്റിന്റെ വെളിച്ചത്തിലും നീ സുന്ദരിയായിട്ടിരിക്കുന്നു. ചിരിച്ച കുറച്ചുകൂടി സുന്ദരിയാവും നീ. അയ്യോ, ബാറ്ററി ഡെഡ് ആയോ? ഞാൻ മനഃപൂർവ്വം സ്വിച്ച് ഓഫ് ചെയ്തതല്ല. ഞാൻ പിന്നെ എന്തു പറ്റി? ഏയ്, ഒന്നും പറ്റിയില്ലല്ലോ മാഡം. അൺയൂഷ്വൽ റിയാക്ഷൻ ഇൻ എ യൂഷ്വൽ സിറ്റുവേഷൻ. എല്ലാരും തല്ലുകൂടുന്നത് നോക്കി നിൽക്കുമ്പോ നീ മാത്രം ഏതോ ടെൻഷനിലായിരുന്നു. അതെന്തോ അബ്നോർമലായിട്ട് തോന്നി. ആരവൻ? നിന്നെ ഞാൻ ഒരുപാട് വിളിച്ചു, നീ എടുത്തില്ല. മാത്രമല്ല അപ്പൊ സ്വിച്ച് ഓഫ് ആവും ചെയ്തു. സോ നീ സേഫ് ആണോ അല്ലയോ എന്നുള്ളൊരു ഡൗട്ടില് ഞാൻ നേരിട്ട് വരാന്ന് വെച്ചു. എന്താ നിന്റെ പ്രോബ്ലം? ടെൽ മീ. എന്താ അവന്റെ പേര്? അരുൺ, ഞാൻ അന്ന് തന്നെ നിന്റെ അടുത്ത് നോ പറഞ്ഞതല്ലേ? എവറി ഡേ ഈസ് നോട്ട് എ സൺഡേ. അതുപോലെ തന്നെ നിന്റെ തീരുമാനങ്ങൾ മാറ്റിക്കൂടെ? 2 ദിവസമായി ഞാൻ നോ പറഞ്ഞോണ്ടിരിക്കുകയല്ലേ. നോ പറഞ്ഞു നിനക്ക് ബോറടിക്കുന്നില്ലേ? ഒരു ചേഞ്ചിന് എസ് പറഞ്ഞുകൂടെ? എസ് പറഞ്ഞുകൂടെ? യെസ് പറ. യെസ് പറഞ്ഞുകൂടെ? പറ, യെസ് പറ. യെസ് പറഞ്ഞേ. യെസ് പറ മോളെ. യെസ് പറ മോളെ. യെസ് പറ. വൈ യെസ് 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 യെസ്. യെസ് പറഞ്ഞു വിളിക്കാൻ. യെസ് പറ. സോറി.
യെസ് പറ, യെസ് പറ മോളെ. ഒരു തവണ നീ യെസ് പറ മോളെ. എന്താ യെസ് പറയാത്തത്? യെസ് ഒന്ന് പറഞ്ഞു തോൽച്ചുകൂടെ? നീ എന്ത് ചെയ്താലേ യെസ് പറയുന്നേ? ഞാൻ പോയി ചാടട്ടെ? പറ, ഞാൻ പോയി ചാടട്ടെ? എന്ത് പറ, ഞാൻ പോയി ചാടട്ടെ? ഞാൻ ചാടാൻ പോവാ, ഞാൻ ചാടാൻ പോവാ. യെസ് പറ, യെസ് പറയട്ടെ, ചാടട്ടെ, പറ, യെസ് പറ. പ്ലീസ് ഗെറ്റ് ഡൗൺ. പ്ലീസ് പറയണം. താഴോട്ട് ഇറങ്ങ്. പ്ലീസ് പ്ലീസ് എന്നെ വിട്ടേക്ക്. പ്ലീസ്. യെസ് പറയുന്നോ? ഇപ്പൊ പറയുന്നോ? പറ. നിന്നെ കാണാൻ തന്നെ എനിക്ക് പേടിയാവുന്നു. നീ പേടിക്കുന്നുണ്ടെന്ന് പറയുന്നത് കേൾക്കാൻ എനിക്ക് എത്ര സുഖമുണ്ടെന്നറിയോ? ഒരുമാതിരി ക്ലിക്ക് വരുന്നവേ. നീ കൂടുതൽ പേടിക്കാനായിട്ട് എനിക്ക് വേറെ ഒരു കാര്യം ചെയ്യാൻ തോന്നുവാ. എന്നെ കൺവിൻസ് ആക്കുന്നതിന് പകരം നീ ഇതിനെ സമ്മതിക്കുന്നത് നല്ലതാ. ജസ്റ്റ് ബി ലോജിക്കൽ, നോ ഡിസ്കഷൻ. Say my decision. നിന്നെ കാണാൻ തന്നെ ഒരു സൈക്കോനെ പോലെ ഉണ്ട്. എന്തിനാ എന്നെ കരയിക്കുന്നേ? യെസ് പറയുന്നത് വരെ നീ ഇങ്ങനെ കരഞ്ഞോടെ തന്നെ ഇരിക്കണം. സ്വാതിയല്ലേ? എനി പ്രോബ്ലം? പ്രോബ്ലം തീർത്തോ കൂടാതെ. ഹേയ്, എന്താ പറ്റിയേ? എന്റെ ബ്ലഡ് ആണെന്നാണോ വിചാരിച്ചേ? അത് അവന്റെ ബ്ലഡാ. നീ ഇങ്ങോട്ട് നോക്കിയേ. ഇറ്റ്സ് ഗോൺ. എഴുന്നേറ്റ്. പേടിക്കണ്ട, എഴുന്നേക്ക്. എന്നെ കുറിച്ച് ഇതുവരെ മനസ്സിലായില്ലെന്നാ തോന്നുന്നത്. നീ ഇതിനെ സമ്മതിച്ചില്ലെങ്കിൽ നിന്റെ അഡ്രസ് ഈ ലോകത്തില്ലാത്തതുപോലെ ഞാൻ ആക്കിക്കളയും. നീ എങ്ങോട്ടാ പോയെന്ന് ആർക്കും അറിയാത്തതുപോലെ ഞാൻ ആക്കിക്കളയും. ആർക്കും സംശയം തോന്നാത്തതുപോലെ ആക്കും. മനസ്സിലായോ? നീ കംപ്ലൈന്റ് കൊടുത്തിരുന്നു? നിങ്ങൾ എന്ത് എളുപ്പമായിട്ടാ കംപ്ലൈന്റ് ചെയ്യാൻ പറയുന്നേ? ഒരാള് കംപ്ലൈന്റ് കൊണ്ടുവന്നാ എന്ത് സംഭവിക്കുന്നത് നിങ്ങൾക്കറിയില്ലേ? ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടെ വന്നത് പഠിക്കാൻ വേണ്ടിയാ. പോലീസിനെ ഇൻവോൾവ് ചെയ്ത എന്റെ വീട്ടുകാരറിയും. പക്ഷെ പെൺകുട്ടികളാണ് വീട്ടുകാരുടെ മുമ്പ് കുറ്റക്കാരാവുന്നത്. അതെല്ലാം വിട്ടേക്ക്. ഇത്രയും ദൂരം പഠിക്കാൻ പോകേണ്ട എന്തെങ്കിലും ആവശ്യമുണ്ടോന്ന് അവര് ചോദിക്കും. അവർക്ക് അറിഞ്ഞെടുത്തോളം കല്യാണവും കഴിച്ച് ഒരു കുട്ടിയെ നോക്കുന്നതാണ് മാഡം ലൈഫ്. എനിക്ക് എന്റെ ജീവിതത്തിൽ ഒരു ലക്ഷ്യമുണ്ട്. ഒരു പക്ഷെ അത് ചെയ്യാൻ പറ്റാണ്ട് പോകുമോ എന്നുള്ള പേടിയിലാണ് മാഡം ഞാൻ ഇന്നും ജീവിക്കുന്നത്. ഇതുപോലെ എത്രയോ പേരുണ്ട്. കുറച്ചു ദിവസം മുമ്പേ ഞാൻ ന്യൂസിൽ കണ്ടതാ. ഒരു സ്റ്റോക്കർ ഒരു പെൺകുട്ടിയെ 17 തവണയാ കുത്തി കുത്തി കൊന്നിരിക്കുന്നേ. അതുപോലെ എന്റെ ജീവിതം ഒരു ന്യൂസിൽ തീരാനുള്ളതല്ല മാഡം. 2 ദിവസമായി ഞാൻ അവന്റെ കണ്ണിപ്പെടാതെ രക്ഷപ്പെട്ടു. പക്ഷെ ഇന്ന് ഹോസ്റ്റലിന്റെ മുമ്പിൽ വന്ന് അവൻ നിന്നു. എങ്ങോട്ടേക്ക് പോയി എങ്ങനെ രക്ഷപ്പെടണം എന്ന് എനിക്ക് അറിയുന്നില്ല മാഡം. നാളെ ആ ഡെഡ് ലൈൻ. അവന് ഇഷ്ടമുള്ള റെഡ് ഡ്രസ്സിൽ എന്നെ വരാൻ പറഞ്ഞിരിക്കുക. അവന്റെ മുമ്പിൽ സറണ്ടർ ആവണോ അതോ സ്വയം ജീവൻ കൊടുക്കണോന്ന് എനിക്ക് അറിയില്ല മാഡം. കംപ്ലൈന്റ് ഒന്നും കൊടുക്കാൻ പറ്റില്ല മാഡം. കംപ്ലൈന്റ് ഇല്ലാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ലെങ്കിൽ സാരമില്ല മാഡം. ഡോണ്ട് വേസ്റ്റ് യുവർ ടൈം മാഡം. കംപ്ലൈന്റ് മാത്രം നോക്കിയായിരുന്നെങ്കിൽ ഞാൻ നിന്നെ ട്രാക്ക് ചെയ്ത് ഇതുപോലെ വന്ന് സംസാരിക്കില്ലായിരുന്നു. ട്രസ്റ്റ് മീ. എന്താ ബേബി, നീ ഇപ്പൊ എവിടെയാ? ഞാനിതേ ഓൺ ദ വേയാ. ഞാനിവിടെ പാർക്കിൽ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുക. ഞാനിവിടെ ട്രാഫിക്കിൽ ബ്ലോക്ക് ആയി കിടക്കുക. ഒരു 10 മിനിറ്റിൽ ഞാൻ എത്തും. ഹലോ ഹലോ. ശരി
ഇച്ചിരി വേഗം ഇങ്ങോട്ട് വാ. കാണുന്നുണ്ടോ? എന്നെ ഫോളോ ചെയ്യുന്നുണ്ടോ? അവൻ തൊട്ട് പിന്നാലെ ഫോളോ ചെയ്യുന്നുണ്ട് മാഡം. എല്ലാരും അലേർട്ടായിരിക്കും. ഓക്കെ മാഡം. കീപ് ഫോളോയിങ്. ഞാൻ പിറകെ തന്നെ ഉണ്ട് മാഡം. മാഡം അവൻ നിങ്ങളുടെ വീഡിയോ എടുക്കുന്നുണ്ട്. നീ അത് റെക്കോർഡ് ചെയ്യുന്നുണ്ടോ? യെസ് മാഡം. എടാ, ഇങ്ങനെ പെണ്ണുങ്ങളെ വീഡിയോ എടുക്കാൻ വേണ്ടിട്ടാണോ ഇങ്ങോട്ട് വരുന്നത്? നിങ്ങളെ പോലുള്ളവരാ പാർക്കിന് ചീത്തപ്പേര്. ഞാൻ ആരാന്നറിയോ? ഇങ്ങോട്ട് പാടാ, നീ ആരെങ്കിലും ആയിക്കോട്ടെ. ഈ ഗ്രീനറി, ഈ വാട്ടർ, ഹോ, ഈ നേച്ചർ നിങ്ങൾക്കും ഇഷ്ടമല്ലേ? ഐ ലവ് നേച്ചർ. ഹേയ് 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 ലിസൺ, ജസ്റ്റ് വൺ സെക്. നേച്ചർ ടോപ്പിക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പോയി ഒരു കോഫി കുടിച്ചാലോ? ഡോണ്ട് യു ഗെറ്റ് ഇറ്റ്? ഐ എം നോട്ട് ഇൻട്രസ്റ്റഡ്. എന്താണ് ഓവറായിട്ട് ചെയ്യുന്നേ? അറസ്റ്റ് ചെയ്യ. എന്ത് ധൈര്യത്തിലാണോ നിങ്ങൾ ചെയ്തേ? മഫ്തിയിൽ വന്ന് ഈഫ്റ്റീസിങ് ചെയ്യുന്നവരെ പിടിക്കാമെന്ന് കരുതിയാ ഞങ്ങൾ വന്നേ. ഞങ്ങളുടെ മേഡത്തിന്റെ ധൈര്യത്തിന് നീ കൈവെക്കുന്നോടാ. വാടാ അങ്ങോട്ടോ, ബാക്കി നിനക്ക് സ്റ്റേഷനിൽ വെച്ച് തരാടാ. വാ. എന്താണോ നോക്കുന്നേ? നടക്കണേ അങ്ങോട്ട്. ഓ ഇങ്ങോട്ട് പാടാ. സാർ, എന്നെ മാത്രം അകത്തിട്ട് പൂട്ടി. ദാ അവനെ കണ്ട അടിപൊളിയായിട്ട് പുറത്തിരിക്കുക. താൻ വിഷമിക്കാതിരിക്കേ, അവനെയും പിടിച്ച് അകത്തിട്ടാൻ പോരെ. എഴുതിയില്ലേ? എഴുത്. ഞാൻ ചെയ്തത് തെറ്റാ. ഇതുപോലെ ഞാൻ ഇനി ആവർത്തിക്കില്ല. എന്താ ഇതൊക്കെ? ഞാനെന്താ സ്കൂൾ പയ്യനോ? മാഡം ആയതുകൊണ്ട് സ്കൂൾ ലെവലോട് നിർത്തി. ആ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിലും ഉണ്ടല്ലോ, ആവശ്യമില്ലാത്തൊന്നും ചോദിക്കാതെ മര്യാദയ്ക്ക് പോയി എഴുത്. എനിക്കൊരു ഫോൺ ചെയ്യണം. നിന്റെ പാരന്റ്സിനെയൊക്കെ ഇൻഫോം ചെയ്ത് കഴിഞ്ഞു. പോയിരുന്ന് എഴുതടാ. സി എവിടെ ഉള്ളത്? ഇത് എവിടെയുണ്ട് സർ? എന്ത് തെറ്റ് ചെയ്തിട്ട് അറസ്റ്റ് ചെയ്തത്? ACP മാമിന്റെ പുറത്ത് തന്നെ കൈവച്ചു. അതെന്താ അത്ര വലിയ കുറ്റമാണോ? അല്ലാതെ പിന്നെ അത് ആക്സിഡന്റലി കൈമുട്ടിയതായിരിക്കും. ആക്സിഡന്റിൽ ചെയ്തതോ? പാസ്വേഡ്. ആക്സിഡന്റ് ആയിട്ട് കൈ കൊണ്ടതാ. ആ പെണ്ണ് സുന്ദരിയാണെങ്കിൽ ആരും കണ്ടാ നോക്കി പോവില്ലേ? കയ്യിൽ മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നുകൊണ്ട് വീഡിയോ എടുത്തു. ഇതിലെന്താ തെറ്റാവുള്ളത്? സെക്ഷൻ 354 അറസ്റ്റ് ചെയ്യാമോ?